ഹലോ നമസ്കാരം. പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വിക്രം പോയിട്ട് ശുഭു പോലീസിനെ അടിച്ച് വരുവാക്കുകയാണ്. കഴുത്തിനൊക്കെ കുത്തി പിടിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും പറഞ്ഞതാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളോട് ഞാൻ അപ്പോഴും പറഞ്ഞതാണ്. എന്നിട്ടും എന്നെ തല്ലി. താൻ തൻ്റെ വൈരാഗ്യം എന്നോട് വെച്ച് തീർക്കായിരുന്നല്ലേ എന്നൊക്കെ പറയുകയാണ്. വിട്ടട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അടിച്ച് ഒരു പരിവാക്കിയിട്ട് നമ്മൾ വിക്രം അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. നല്ല കൊടുതി കൊടുത്തിട്ടുണ്ട്, നല്ല കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് വ്യത്യസ്ത രാവിലെ കാണിക്കുന്നത് നമ്മളുടെ കമല, അതായത് വിക്രമിൻ്റെ അമ്മ ഒരു ചാക്കും ഏറ്റിയിട്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ മുന്നേ മറ്റേ വിശ്വം ഫോണിലിരുന്ന് സംസാരിക്കുന്നുണ്ട്, പേപ്പർ നോക്കുന്നുണ്ട്. മൂത്ത മകൻ പേപ്പർ നോക്കിയിട്ട് ഓരോരോ കമൻറ്റുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ മാഷ് അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ വിനയൻ എന്നാ പറയുക, അയാൾ ഫോണിൽ നിന്നിട്ട് എന്തോ ചെയ്യുമ്പോൾ അപ്പോൾ അച്ഛ അത് ഒരു കൂട്ടർക്ക് സ്ഥലക്കച്ചവടത്തിന് അവരുടെ ഇതിൻ്റെയൊക്കെ കടലാസുകൾ അയച്ചു കൊടുക്കുകയാണ്, കുടിക്കടത്തിന് ഇതിലൊക്കെ കടലാസുകൾ അയച്ചു കൊടുക്കുകയാണ് എന്ന് പറയുകയാണേ. അപ്പോൾ അതിന് ചെയ്യ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വരുമ്പോൾ നമ്മളെ ശ്രീജ തുണി കഴുകി തോരയിട്ടിട്ടുണ്ടാവേ. അപ്പോൾ ഈ വെള്ളം ഇവിടെ അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ആ ഓവ് ഒന്ന് തുറന്നിട്ട് അതാണ്ട് തുറന്നു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വിശ്വനാക്കിയിട്ട് നിനക്ക് പിന്നെ കുളിരാണല്ലോ, നീ കാപ്പിടിക്കുക അറിയും. അപ്പോൾ കാപ്പിടിച്ചുകൊണ്ടിരിക്കും കുളിരാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ മറ്റവന് സ്ഥലക്കച്ചവടം ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. അപ്പോൾ കാരണം നമ്മൾ കമല ഒരു ചാക്ക് കയറ്റിയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴേക്കും മാഷേന്ന് വിളിക്കുമ്പോഴേക്കും ചാക്ക് കെട്ടും കൊണ്ട് വിടുകയാണ്. അപ്പോഴേക്കും ശ്രീജിയും മാഷൊക്കെ ഓടിച്ചില്ല. എന്താ പറ്റി പറഞ്ഞിട്ട് ഓടിച്ചില്ലാണ്. അതിലല്ല ഒന്നുമില്ല, ഞാൻ ചാണകപ്പൊടി കുറേ ദിവസമായി തങ്കു പറയണു എടുത്തുകൊണ്ട് വരാൻ, ഞാനത് എടുക്കാൻ വേണ്ടി പോവാം. കാണുമ്പോൾ പറയുന്നുണ്ട് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരികയായിരുന്നു. വഴിയിൽ വീഴാഞ്ഞത് ഭാഗ്യം, തല കറങ്ങായിരുന്നു എന്ന് പറയും. അപ്പോഴേക്കും മാഷും ശ്രീജിയും കൂടെ താങ്ങി പിടിക്കും. അപ്പോഴും മക്കൾ അവിടെ തന്നെ ഇരിക്കുക, രണ്ടാളും ഇറങ്ങില്ല. അതിൽ പിന്നെയും അവർ നീച്ച് നിൽക്കുമ്പോഴേക്കും പിന്നെയും വിടാൻ പോകുമ്പോഴേക്കും എല്ലാവരും ഓടി വരും. അപ്പോഴേക്കും നമ്മളെ വേദിയും ഓടി വരും, നന്ദിനിയും ഓടി വരും, എല്ലാവരും ഓടി വരികയാണ്. ഇപ്പോൾ പിടിച്ച് താങ്ങി പിടിക്കുമ്പോഴേക്കും പറയും എന്താ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേഗം പോകാമെന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിൽ അതിനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നറിയും. അത് താനാണോ തീരുമാനിക്കുക പോകാൻ ഹോസ്പിറ്റലിൽ എന്നറിയും മാഷ്. അങ്ങനെ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിൽ പറയുക ഇല്ല പോകണം, ഹോസ്പിറ്റലിൽ പോകണം, നീ ഇങ്ങനെ പറയല്ലേ പറയും. പ്രഷർ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അറിയാം. അപ്പോൾ വേദി ഇങ്ങനെ പറയും, അങ്ങനെ പ്രഷർ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അമ്മേ, പോകാണ്ടിരിക്കരുത്, എനിക്ക് അതിന് മാത്രം അസുഖമൊന്നുമില്ല, അതിനും ഇനി ഒരുപാട് പൈസ ചിലവാകും എന്നൊക്കെ പറയും. അപ്പോൾ പറയും അതൊന്നും ഇപ്പോൾ നീ അറിയണ്ട, നീ പോരെ വേഗം പുറപ്പെടാമെന്നൊക്കെ പോവുക ഹോസ്പിറ്റലിൽ എന്ന് പറയും. അങ്ങനെ പോകാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം വേഗം ആരെങ്കിലും എടുത്തുകൊണ്ടിരുമ്പോഴേക്കും വേദം ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ടിരുമ്പോൾ നന്ദിനി വേഗം വേദനടന്ന് തട്ടിപ്പറിച്ചിട്ട് വേഗം കൊടുക്കും. നന്ദിനി ആളാവാൻ നോക്കുന്നതാണേ. അതിലത് നിന്നിട്ട് കുടിച്ചിട്ട് പറയും നീ വേഗം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷനെ പിടിച്ചിട്ട് അകത്തേക്ക് കുട്ടിയും കൊണ്ട് പോവാണ് ഡ്രസ്സ് മാറാൻ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ആ പോലീസിനുണ്ട് ഷിബുവിനെ അടിച്ച് കഴുത്തിൽ കോളറൊക്കെ ഇട്ടിട്ട് അഭിലാഷിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കൂടെ വെള്ളം അടിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്നിട്ട് അവർ പറയടാ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അവനെ ഒതുക്കണം വിക്രമിനെ. അപ്പോൾ സാറിനും കിട്ടിയല്ലേ, എനിക്ക് ഇവിടെ വന്നിട്ടൊരു തേരോട്ടങ്ങായിട്ട് അവൻ പോയതെന്നറിയും. അപ്പോൾ അവനെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനെ ഒതുക്കണം, എവിടെ വെച്ചാൽ കണ്ടാലും ഒതുക്കണം എന്നൊക്കെ പറയും. അത് സാറ് പറയണേ ഞങ്ങൾക്കത് അറിയാം, പക്ഷേ സാറ് കൂടെ നിന്നാൽ മതി. അല്ല എൻ്റെ കുപ്പായം പോയാലും യൂണിഫോം പോയാലും വേണ്ടില്ല അറിയാം. അയ്യോ യൂണിഫോമില്ലാത്ത സാറിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, കാരണം പട്ടിക്ക് സമാണ്, പണി കുരയ്ക്കാത്ത പട്ടിയും ഒരേപോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏട്ടാ നീ എന്നെ കളിയാക്കണമെന്ന് നോക്കും. അപ്പോൾ കളിയാക്കൽ സാറേ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്, സാറേ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പറയും. അവിടെ കണ്ടോടത്ത് വെച്ച് തീർക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ പറയും പക്ഷെ ഒന്നുണ്ട്, ആദ്യം അവൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കണം, അവിടെ നിന്ന് അവൻ്റെ കുടുംബത്തിനെ തൊട്ട് കളിച്ചാലേ ഉള്ളൂ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുക. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിനെ തൊട്ട് കളിക്കുക, ആദ്യം അത് ചെയ്യണം. കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം, അന്നേരം അവൻ്റെ മനസ്സിളകുള്ളൂ, അങ്ങനെ അവനെ ഒതുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണേ. അങ്ങനെ അത് അവർ ഓക്കെ ഇനി എന്തായാലും വിക്രമിനെ വഴിയിലിട്ട് ശരിയാക്കാമെന്നുള്ള പരിപാടിയിൽ അവർ ഡീൽ ഉറപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതാണ് വിശ്വത്തിനോട് നമ്മുടെ ശ്രീജ പറയും ഒന്ന് വിശ്വട്ടാ, എന്തായാലും സ്വന്തം അമ്മയില്ലേ, ഇങ്ങനെ നീ 3 നേരം വെച്ച് വിളമ്പി തരുന്നത് കണക്കാക്കണ്ട, നിങ്ങളെ പ്രസവിച്ച് കൂട്ടി വളർത്തി നിങ്ങളെ എടുത്തുകൊണ്ട് നടന്ന് അത്രയും ഇതാക്കി ചെയ്തതല്ലേ, അപ്പോൾ അതിനെ ആ ഒരു നന്ദിയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ പറയും എൻ്റെ കയ്യിൽ കാശില്ല ശ്രീജ,
ശ്രീജെ. ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു പൈസയ്ക്ക് അച്ഛന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനും? അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തുകയും ചെയ്യും. അച്ഛന് അതിൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ടാവും എന്ന് പറയണേ. അപ്പോൾ പറയും നിനക്കത് അറിയില്ല, എനിക്ക് വയ്യ, ഞാൻ പോവില്ല എന്ന് പറയണം. അപ്പോൾ പിന്നെ ശ്രീജ ഒന്നും മിണ്ടാണ്ട് പോരും. അത് കഴിഞ്ഞിട്ടപ്പോൾ വിനയൻ തലമുടിയൊക്കെ ചീന്തി പോക്കലിൽ 2000 രൂപയൊക്കെ ഇട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ മറ്റേ നന്ദിനി വന്നിട്ട് വയ്ക്കും എങ്ങടാ പോണേന്ന് വയ്ക്കും. ആശുപത്രി പോവാണ് അച്ഛൻ്റെ കൂടെ. അച്ഛന് അപ്പോൾ പൈസ 2000 രൂപ, അധികമൊന്നുമില്ല, 2000 രൂപ കൈ പിടിച്ചിട്ടുണ്ട് അറിയാം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അല്ലേ വിശ്വേട്ടനും? അയാൾ പോകുന്നുണ്ടോ, കാശ് ചിലവാക്കുന്നുണ്ടോ? പിന്നെ നിങ്ങളെപ്പോലെ തന്നെ അല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ പറയും അതുകൊണ്ട് 2000 വേണ്ട, ഒരു 200 രൂപ മതി, ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് 200 കൊടുക്കുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അല്ലേ വിശ്വട്ടൻ പോകുന്നുണ്ടോ? വിശ്വട്ടൻ പോവില്ല, വിശ്വട്ടൻ്റെ അടുത്ത് കാശില്ല, അതുകൊണ്ട് വിശ്വട്ടൻ പോവില്ല. അതുകൊണ്ട് നിങ്ങളും പോകണ്ട, നിങ്ങൾ പൊക്കോ, പക്ഷേ കാശ് ചിലവാക്കണ്ട പറഞ്ഞിട്ട് അയാൾ പോക്കറ്റിൽ നിന്ന് ആ കാശൊക്കെ എടുത്തിട്ട് ഒരു 200 രൂപ കൊടുക്കും. ഇത് മതി, ഇത് ചിലവാക്കിയത്, ബാക്കി അച്ഛൻ ചിലവാക്കട്ടെ, അച്ഛനത്ര ദരിദ്രവാസിയൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദിനി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ വേദ നിന്നിട്ട് വിക്രമിനെ വിളിയാണ്. അപ്പോൾ ഫോൺ കുറേ പ്രാവശ്യം റിങ് ചെയ്തിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. അവസാനം എടുത്തിട്ട് പറയൂന്ന് വെച്ചിട്ട് പോടി വേതാളമേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കണ്ട് ഓഫാക്കി വയ്ക്കും. അപ്പോൾ ഇവള് ഒന്നും അങ്ങോട്ട് പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അവരൊക്കെ ചോദിക്കും കുറേ നേരമായാലും തുടങ്ങിയിട്ട് ഇവരെന്താ ഫോൺ എടുക്കാത്തത്? ഇവൻ്റെ കണ്ട് ഇത്രയും ഒപ്പം വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലാണ് ഈ വിക്രം കിടക്കുന്നത്. ഇത്രയും ബഹളം നടന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയും. കാരണം തലേദിവസം അയാളെ പോയി തല്ലി ഒക്കെ റെഡിയാക്കി പോകുന്നതാണ് ഉറക്കൊഴിച്ചിട്ട്. അപ്പോൾ പറയും, അപ്പോഴാണ് ഈ ഫോൺ വരുന്നതും ഇവൻ ഫോൺ കട്ട് ചെയ്യുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വേദ പറയും വിക്രം എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ ആരും വേണ്ട എന്ന് പറയും. അപ്പോഴേക്കും വിനയം പറയും അച്ഛാ അപ്പോഴേക്കും എനിക്കൊരു ഡീല് വന്നു. അപ്പോഴേക്കും അയാളിങ്ങനെ ഫോൺ വിളിച്ചിട്ട് വരിക, നോണ പറയുന്നതാണ്, ഇവരെ കൂടെ പോകണ്ടേ, പോയ കാശ് ചിലവല്ലേ. ആടാ ഞാൻ അങ്ങോട്ട് വരാം, ശരി പൈസക്ക് അത് മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛാ പെട്ടെന്നൊരു കച്ചവടം, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ പോകും. പിന്നെ വിശ്വമൊന്നും പറയൂല. അപ്പോൾ വിശ്വം പോകണില്ല. അപ്പോൾ വേദ പറയും ഇങ്ങനെ ആരും വേണ്ട, എനിക്കറിയാം എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അങ്ങനെ വാ കമലേ നമുക്ക് പോവാം എന്ന് പറയും. അപ്പോൾ വിശ്വത്തിനോ എന്ന് ചോദിക്കുന്നുണ്ട് കമല. അപ്പോൾ നിനക്ക് എൻ്റെ കൂടെ വരാൻ വയ്യേ എന്ന് ചോദിക്കും. ഞാൻ വരാം മാഷേ എന്ന് പറയും. അങ്ങനെ അവർ രണ്ടാളും കൂടെ പോവുകയാണ്, ആരും വേണ്ട. പക്ഷേ നീ മരുമക്കൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെച്ചിട്ട്. അപ്പോൾ വേദ പറയണതിന് മാഷയുടെ തർക്കുത്തരം കേട്ടിട്ട് നമ്മുടെ നന്ദിനി ചിരിക്കുമ്പോൾ ചോദിക്കും നീ എന്തിനപ്പോൾ ചിരിച്ചത് ചോദിക്കും. അപ്പോഴേക്കും മാഷും കമലയും കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ നീ എന്തിനപ്പോൾ ചിരിച്ചത് എന്ന് നോക്കുമ്പോൾ പിന്നെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തപ്പോൾ എനിക്ക് ചിരി വന്നതാന്ന് പറയും. ഞാൻ ഈ ചിരിക്കുമെന്ന് പറയും. എന്നിട്ട് ഉറക്കെ ചിരിക്കുകയാണ് കേട്ടോ നന്ദിനി. അപ്പോൾ ശ്രീജർ ഇത് എന്തൊരു ജന്മം, അത് അവൾക്ക് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ പറയും സാരല്ല ശ്രീജടുത്തി, നന്ദിനിയടുത്തി കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമാണ്. കാരണം അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല, അതിൻ്റേതാണ് പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, നമ്മളുടെ മാഷും കമലയും കൂടെ പുറത്ത് ഇങ്ങനെ ഫോട്ടോ കാത്ത് നിൽക്കുന്ന സമയത്ത് ഈ അഭിലാഷിൻ്റെ ഒരു ഫ്രണ്ട് ഇത് കാണും. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇവരോട് ചോദിക്കുക എങ്ങടാ മാഷേ എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ വിശദമായിട്ട് ഇതാ ഇവിടം വരെ എന്ന് പറയും. അപ്പോൾ പോണ സ്ഥലത്തിന് പേരില്ലേ ചോദിക്കും, മാഷോടല്ലേ ചോദിക്കുന്നത്. അപ്പോൾ മാഷ് അറിയാം എല്ലാ വിവരങ്ങളും അറിയണോ എന്ന് വയ്ക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കമല പറയും എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താ അങ്ങനെ സംസാരിക്കുന്നതെന്നോ, എന്നിട്ട് വേണം എന്നെ കുത്തി നോവിക്കാൻ. 2-3 പേര് ആൺമക്കളുണ്ടായിട്ട് വീട്ടിൻ്റെ ഉള്ളിലിട്ട് വളർത്തിയിട്ട് എന്താണ് നമ്മുടെ കൂടെ ആരും വരാനില്ല എന്ന് പറഞ്ഞ് കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അയാൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടാവില്ല, അയാൾ വെറുതെ ഒരു കുശലാന്വേഷണം നടത്തിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് അപ്പോഴേക്കും ഇവനും ചെയ്യും, ഈ പയ്യൻ അഭിലാഷിനെ വിളിച്ചിട്ട് പറയടാ വിക്രമിൻ്റെ അച്ഛനും അമ്മയുണ്ട് ഓട്ടോയിൽ പോണു, പിന്നെ എന്താ ചെയ്യണ്ടോ, ഞാൻ പിന്നാലെ വിടണോ, എങ്ങടാ പോകണോ ചോദിക്കും. അതറിയില്ല, ഞാൻ പിന്നാലെ വിടണോ ചോദിക്കും. എന്നാൽ പിന്നാലെ വിട്ടോന്ന് പറയും. അപ്പോൾ വിട് പോയിക്കോ, അറിയാലോ എവിടേക്കാണ് പോകണമെന്നറിയില്ല, പിന്നാലെ വിട്ടോ വണ്ടിയെന്ന് പറയും. ബൈക്ക് എടുത്ത് വിട്ടോന്ന് പറയും. അങ്ങനെ ചായ കുടിക്കുന്ന ഗ്ലാസ് അവിടെ എടുത്തിട്ട് ചേട്ടാ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് ഈ ഇവരുടെ പിന്നാലെ പോകുന്നതാണ് നമ്മുടെ പിന്നെ വിക്രമിൻ്റെ അച്ഛനും അമ്മയും പോകുമ്പോൾ അവരുടെ പിന്നാലെ ബൈക്ക് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. പോണ സമയത്ത് പിന്നെ കാണുന്നത് കാരണം ഇത് പോയി കഴിഞ്ഞിട്ട് നമ്മളെ
മറ്റേ എന്താ പറയുക, വേദ അങ്ങനെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ ബൈക്കെടുത്ത് പോവുകയും ചെയ്യും. അപ്പോൾ വേദ കാത്തിരിക്കുമ്പോഴേക്കും ബൈക്കിൽ നമ്മുടെ വിക്രം വരികയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ പിന്നാലെ വേദ്യം ചെല്ലുന്നവർ പറയും, എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തത്, നീ എന്തിനാ ഫോൺ വിളിച്ചത് പറയും. അപ്പോൾ പറയും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കേൾക്കണ്ടേ, എന്നിട്ടല്ലേ അത് കേൾക്കുന്നതിന് മുന്നേ കട്ട് ചെയ്യും. അപ്പോൾ നീ എന്താ ഇവിടെ റൂമിൽ കയറി അധികാരം സ്ഥാപിക്കാൻ വന്നതാണോ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയും. ഞാൻ നിങ്ങളെ റൂമിൽ അധികാരം സ്ഥാപിക്കാൻ വന്നതൊന്നുമല്ല, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് പറയും. അപ്പോൾ എന്ത് കാര്യമാണ് വിളിച്ചത് പറയടി പറയും. അപ്പോൾ പറയും, ഇങ്ങനെ അമ്മയ്ക്ക് വയ്യാണ്ടായി, അമ്മയെ അച്ഛനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇങ്ങനെ 3 ആൺമക്കളുടെ ആയിട്ട് ഒരാൾ പോലും പോയില്ല കൂടെ പറയും. അപ്പോൾ വിശ്വട്ടൻ പോയിട്ടില്ല. പിന്നെ വിനയേട്ടനപ്പോഴേക്കും എപ്പോഴും ഇല്ലാത്ത ഒരു കോൾ വന്നിട്ട് വിനയേട്ടനും പോയി. പിന്നെ ആരുമില്ല അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ പിന്നെ നിങ്ങൾ 3 പേരുണ്ടല്ലോ, എന്നിട്ട് ഒരാളും പോയിട്ടില്ലെങ്കിൽ എത്ര സങ്കടം അത്. അവർ 2ആളും പോവില്ല എന്ന് എനിക്ക് അറിയാം. പിന്നെ അത് അച്ഛന് വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറയും. പിന്നെ അച്ഛൻ പിന്നെ എന്തായാലും അമ്മയെ കൊണ്ടുപോകാതിരിക്കില്ലല്ലോ, കാരണം അവർ തമ്മിൽ അത്ര സ്നേഹത്തിലാണ്, അതുകൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ വിക്രം ഇങ്ങനെ പറയും, അവർ തമ്മിൽ ഭയങ്കര സാധാരണത്തെ ഇതുപോലെ നീ എൻ്റെ ജീവിതത്തിൽ വന്നത് എന്നെ നശിപ്പിക്കാനാണെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെയല്ല, അവർ ഭയങ്കര സ്നേഹത്തിലാണ്. അച്ഛനും അമ്മയ്ക്കും അവർ തമ്മിൽ അത്ര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഞാൻ അവർ കഴിയുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അച്ഛൻ തന്നെയാണ് അതൊക്കെ സോൾവ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ വേദം അറിയാം, ഓഹോ എന്തൊരു പറച്ചിലാണ്. എന്നിട്ട് നിങ്ങൾ ഈ ആൺമക്കൾ 3 എവിടെ, നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിങ്ങളൊരു ആളെങ്കിലും വേണ്ടേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ വേണ്ടിയിട്ട് എന്നറിയും. എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പറയും, അതുപോലെ തന്നെ ഞാൻ പോയാലും അച്ഛനത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാനും പോവാത്തത്. ശരി വേണ്ട, നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ അമ്മയെ, അതിനൊരു കുഴപ്പമില്ലല്ലോ അങ്ങനെ പറയും. അപ്പോൾ പിന്നെ വേദ പറയാണ്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ അറിയണ്ടേ, എന്നാലേ നമുക്കത് പരിഹരിക്കാൻ പറ്റുക. എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമായത്, അച്ഛന് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയായിരുന്നല്ലോ നിങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അത് എനിക്കറിയണം, അത് അറിഞ്ഞാലല്ലേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ പറയും.